മനോജ് ചേരുന്നുണ്ട്. മനോജ്, കോർപ്പറേഷനിലെ മുഴുവൻ ഡിവിഷനുകളെയും വോട്ടെണ്ണൽ പൂർത്തിയായോ? എന്താണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? പൂർണ്ണമായ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ കൂടി കണ്ണൂർ കോർപ്പറേഷനിൽ ഭരണം ഉറപ്പിച്ചിരിക്കുന്നു. 32 ഡിവിഷനുകളിൽ യു ഡി എഫും 11ഇടത്ത് LDFും 4ഇടത്ത് BJPയും 1 ഡിവിഷനിൽ FPയും എന്നുള്ളതാണ് ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷനിലെ സ്ഥിതി. വലിയ മുന്നേറ്റം ഈ UDF ഉണ്ടാക്കിയിരിക്കുന്നു. കണ്ണൂർ കോർപ്പറേഷനിൽ BJP 4 ഡിവിഷനിൽ വിജയിച്ചിട്ട് കൂടി കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയ നേട്ടമായി UDFന് പറയാൻ കഴിയുക. അതിൽ പല വലിയ മത്സരം നടന്നു എന്ന് നമ്മൾ വിലയിരുത്തിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ UDFന് ജയിക്കാൻ കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഡ്വക്കേറ്റ് P. ഇന്ദിര. പയ്യാമ്പലം ഡിവിഷനിൽ പയ്യാമ്പലത്ത് അഡ്വക്കേറ്റ് P. ഇന്ദിര വിജയിക്കുന്ന സാഹചര്യം. P. ഇന്ദിരക്ക് 345 വോട്ടും അപർണ പുരുഷോത്തമൻ BJP സ്ഥാനാർത്ഥിക്ക് 296 വോട്ടും അഡ്വക്കേറ്റ് വിമലകുമാരി CPI സ്ഥാനാർത്ഥിക്ക് 132 വോട്ടും KN ബിന്ദുവിന് 62 വോട്ടുമാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് പോലും അവിടെ LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയില്ല. അതിനായിട്ട് കഴിഞ്ഞ തവണ RJD സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. ഇത്തവണ CPM സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് കൂടി കഴിഞ്ഞ തവണത്തെ വോട്ടിനേക്കാൾ 30 വോട്ട് അവിടെ കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വലിയ രീതിയിൽ ഒരു തിരിച്ചടി LDFന് ഉണ്ടാകുന്ന പല ഡിവിഷനുകളിലും ജയിക്കും എന്ന് കരുതിയിരുന്ന സ്ഥലത്തുകൂടി വലിയ രീതിയിലുള്ള ഒരു പരാജയം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട അറക്കൽ ഡിവിഷനിലെ ഒരു കാര്യമാണ്. അറക്കലിൽ FPP അക്കൗണ്ട് തുറന്നിരിക്കുന്നു എന്നുള്ളത് വലിയ ഒരു ലീഗിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അറക്കൽ ഡിവിഷനിൽ K. സമീറ 1324 വോട്ടും M. സാബിറ ടീച്ചർക്ക് 1150 വോട്ടും INS സ്ഥാനാർത്ഥിയാണ് ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിച്ചത്. 305 വോട്ടുമാണ് ലഭിച്ചത്. എന്തായാലും വലിയൊരു തിരിച്ചടി KM സാബിറ ടീച്ചർക്ക് നേരിടേണ്ടി വന്നു. അറക്കൽ ഡിവിഷനിൽ ലീഗിന്റെ ഏറ്റവും കുത്തക സീറ്റ് എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന ആ സീറ്റാണ് അവിടെയാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. UDF പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ലീഗിന് ഒരു തിരിച്ചടി എന്നുള്ള രീതിയിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും. മറ്റ് ഒരിടത്തും വലിയ രീതിയിലുള്ള അട്ടിമറിയൊക്കെ നടക്കും എന്ന് പറഞ്ഞിരുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ UDF വലിയ രീതിയിലുള്ള തിരിച്ചുവരവ് നടത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കഴിഞ്ഞ തവണത്തെ സിറ്റിംഗ് സീറ്റായ താളിക്കാവിൽ പോലും LDFന് തിരിച്ചടി. അത് അവിടെ OK വിനീഷാണ് മത്സരിച്ചത്. സ്പോർട്സ് കൗൺസിലിന്റെ മുൻ വൈസ് പ്രസിഡന്റ് OK വിനീഷ് മത്സരിച്ച താളിക്കാവിൽ 595 വോട്ടാണ് OK വിനീഷിന് ലഭിച്ചത്. 811 വോട്ട് അജിത് പാറക്കണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു. അങ്ങനെ ആ പാറക്കണ്ടി ഡിവിഷൻ ഉൾപ്പെടെ UDF പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് വലിയ തിരിച്ചടിയായി മാറുകയാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ ഈ ഡിവിഷനുകളിലാണ് ജില്ലാ പഞ്ചായത്ത് LDF മുന്നിട്ട് നിൽക്കുന്നത്. 8 ഡിവിഷനിലാണ് UDF മുന്നിട്ട് നിൽക്കുന്നത്. എന്തായാലും ഇതിൽ വലിയ ഒരു മുന്നേറ്റം പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ തന്നെ UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. K. അനുശ്രീ അവിടെ വലിയ വിജയത്തിലേക്ക് പോവുകയാണ്. ഏതാണ്ട് 14,000 വോട്ടിന്റെ ലീഡ് ഇപ്പോൾ തന്നെ K. അനുശ്രീ പിണറായി ഡിവിഷനിൽ നേടിയിട്ടുണ്ട്. അനുശ്രീ ജില്ലാ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അട്ടിമറിയൊക്കെ ആദ്യ ഘട്ടത്തിൽ കണ്ടിരുന്നുവെങ്കിലും പിന്നീട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സുരക്ഷിതമായി LDF തന്നെ തിരിച്ചുപിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അതുതന്നെ കണ്ണൂർ കോർപ്പറേഷന്റെ കാര്യത്തിൽ വീണ്ടും വന്നാൽ ഒരു വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കോലാഹലം, അഴിമതി ആരോപണം, അങ്ങനെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വീഡിയോ പ്രദർശനം, അങ്ങനെ വലിയ രീതിയിലുള്ള കാടടച്ചുകൊണ്ടുള്ള പ്രചരണ പ്രവർത്തനമാണ് LDF നടത്തിയത്. പക്ഷെ അതൊന്നും പിടിച്ചില്ല. UDFന്റെ സുരക്ഷിതമായ ഒരു ഇടം എന്നുള്ള രീതിയിലേക്ക് കണ്ണൂർ കോർപ്പറേഷൻ മാറുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ ഡിവിഷനുകളിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ ഒരു പോരാട്ടത്തിന് UDFന് കരുത്ത് പകരുന്ന തരത്തിലുള്ള ഒരു ജനവിധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഴീക്കോട് ഡിവിഷൻ ജില്ലാ പഞ്ചായത്തിന്റെ അഴീക്കോട് ഡിവിഷനിൽ KV ഷക്കീൽ ഇപ്പോൾ 2000-ഓളം വോട്ടിന്റെ ലീഡ് ചെയ്യുന്നുണ്ട്. അഴീക്കോട് ഡിവിഷൻ ഇത്തവണ പിടിച്ചെടുക്കുമെന്നൊക്കെ UDF പറഞ്ഞിരുന്നതാണ്. പക്ഷെ അവിടെ KV ഷക്കീൽ LDF സ്ഥാനാർത്ഥി ഇപ്പോൾ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ അഴീക്കോട് ജനവിധി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. അവിടെ സീറ്റ് പിടിക്കാൻ UDF മുന്നിട്ടിറങ്ങുമ്പോൾ ഈ ജില്ലാ പഞ്ചായത്തിൽ കിട്ടിയ വോട്ട് അവിടെ വലിയ തോതിലുള്ള ചർച്ചയാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 8057 വോട്ടാണ് LDFിലെ KV ഷക്കീലിന് ലഭിച്ചത്. സുധീഷ് കർണപ്പള്ളി
CMP സ്ഥാനാർത്ഥിയാണ്. CMP സ്ഥാനാർത്ഥിക്ക് 6576 വോട്ടും ലഭിച്ചിട്ടുണ്ട്. BJP CK സുരേഷ് വർമ്മയെയാണ് മത്സരിപ്പിച്ചത്. 4407 വോട്ടാണ് അവിടെ BJPക്ക് ലഭിച്ചത്. അങ്ങനെ ആ രീതിയിലുള്ള ഒരു ജനവിധിയാണ് ഇപ്പോൾ അഴീക്കോട് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഡിവിഷൻ തന്നെയാണ്. അവിടെ LDF വലിയൊരു വിജയം നേടുകയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലും അത് സുരക്ഷിതമായ ഒരു സീറ്റായി LDFനെ കണക്ക് കൂട്ടാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും. പക്ഷേ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് വലിയ മുൻണ്ടാക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വാശിയേറിയ പോരാട്ടം അവിടെ നടക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ കണ്ണൂർ കോർപ്പറേഷൻ UDF ഏതാണ്ട് ഉറപ്പിച്ചു. അതും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ, കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്താൻ UDFന് കഴിയും എന്നുള്ളതാണ്. അതേ രീതിയിൽ തന്നെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ കാര്യവും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഏതാണ്ട് കഴിഞ്ഞ തവണത്തേതിന് സമാനമായ രീതിയിൽ LDF നിലനിർത്തുന്ന ഒരു സാഹചര്യം. ബിനോയ് കുര്യൻ ആദ്യഘട്ടത്തിൽ പിന്നിലായിരുന്നുവെങ്കിൽ പിന്നീട് വലിയ ലീഡിലേക്ക്, ഏതാണ്ട് 3000-ലധികം വോട്ടിന്റെ ലീഡിലേക്ക് ബിനോയ് കുര്യനും വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി അഡ്വക്കേറ്റ് ബിനോയ് കുര്യനും വൈസ് പ്രസിഡന്റായി K അനുശ്രീയും വരുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാകാൻ പോവുകയാണ്. ആർക്ക് മനോജ്, അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ NDAക്ക് ഒരു സീറ്റ് മാത്രമാണ് കോർപ്പറേഷൻ ഉണ്ടായത്. ഇത്തവണ അത് അവർ 4 ഉയർത്തി. SDPയും അക്കൗണ്ട് തുറന്നിരിക്കുന്നു. ഏത് മുന്നണിയുടെ സീറ്റുകളിലാണ് ഇവർ വിജയിച്ച് കയറിയത്? LDFിൽ നിന്ന് ഒരു സീറ്റും 3 സീറ്റ് UDFിൽ നിന്നുമാണ് ഇപ്പോൾ BJP പിടിച്ചെടുത്തിട്ടുള്ളത്. കൊക്കൻപാറയാണ് LDFിൽ നിന്നും പിടിച്ചെടുത്ത സീറ്റ്. മറ്റ് 3 ഇടങ്ങളിലും കഴിഞ്ഞ തവണ വിജയിച്ചത് UDF ആയിരുന്നു. അപ്പോൾ UDFന് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് ആ ഡിവിഷനുകളിൽ എന്ന കാര്യം ഉറപ്പാണ്. ടെമ്പിൾ ഡിവിഷനാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ വലിയ ഭൂരിപക്ഷത്തിലാണ് BJP ജയിച്ചത്. അർത്ഥം വണ്ടിച്ചാൽ അവിടെ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ടെമ്പിൾ ഡിവിഷനിൽ ഏത് തരത്തിലും നഷ്ടപ്പെടില്ല എന്ന ഉറച്ച ഒരു വിശ്വാസത്തിലായിരുന്നു UDF ഉണ്ടായിരുന്നത്. അവിടെയാണ് BJP വലിയ വിജയം നേടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ രീതിയിൽ വലിയ പ്രചരണ പ്രവർത്തകർ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിജയിച്ച എന്ന വാർത്ത വരുന്നത് മമ്പറം ദിവാകരൻ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മമ്പറം ദിവാകരൻ വേങ്ങാട് പഞ്ചായത്തിലേക്ക് മത്സരിച്ചത് വലിയ വാർത്തയായിരുന്നു. മമ്പറം ദിവാകരൻ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു. അങ്ങനെ കണ്ണൂർ കോർപ്പറേഷനിലേക്ക് തന്നെ വീണ്ടും വന്നാൽ ഈ ടെമ്പിൾ ഡിവിഷന്റെ കാര്യത്തിൽ ടെമ്പിളിൽ വലിയ അട്ടിമറിയാണ് BJP നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ UDF വിജയിച്ച ആ ഡിവിഷൻ വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചു പിടിച്ചിരിക്കുന്നു വലിയ ഭൂരിപക്ഷത്തിൽ BJP ജയിച്ചിരിക്കുന്നു. BJPയുടെ അവകാശവാദം പൊള്ളയായിരുന്നില്ല എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു ജനവിധി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. BJPക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം കണ്ണൂർ കോർപ്പറേഷനിൽ ഉണ്ടായിട്ടുണ്ട്. അവർ വളരുകയാണ് എന്ന് തന്നെ സൂചന നൽകുന്നു. കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ BJPക്ക് അതിശക്തമായ ഒരു വേരോട്ടം വരുന്നു എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നു. വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച ഇരു മുന്നണികളിൽ നിന്നും BJPയിലേക്ക് പോകുന്നുണ്ട് എന്നതിന്റെ സൂചന കൂടിയാണ് ഈ കണ്ണൂർ കോർപ്പറേഷനിലെ 4 ഇടങ്ങളിലെ BJPയുടെ വിജയം. അർജുൻ.